നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റർ ക്ലബ്. നമ്മൾ ഇന്നുള്ളത് വടക്കേ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലാണ്. മഴയും പുഴയും ഇഷ്ടദൈവവും ഒത്തുചേർന്ന നമ്മുടെ കൊട്ടിയൂരമ്പലം. നമുക്കിന്ന് ഇവിടുത്തെ ഊട്ടുപുരയിലെ വിശേഷങ്ങളും ഈ അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളെയും കുറിച്ച് ഇവിടെയുള്ളവരോട് തന്നെ ചോദിച്ചറിയാം. വാ. നമസ്കാരം. നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മോഹനേട്ടനാണ്. നമ്മുടെ കൊട്ടിയൂരമ്പലത്തിലെ മുൻ ജീവനക്കാരനാണ് മോഹനേട്ടൻ. അപ്പൊ നമുക്ക് മോഹനേട്ടനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ 1976 മുതൽ 2024 ഫെബ്രുവരി വരെ 47 വർഷത്തോളം ജോലി ചെയ്തു. ഇവിടെ ക്ഷേത്രത്തിലെ ഇവിടെ ഈ കാണുന്ന ഊട്ടുപുര, ഈ സ്ട്രക്ചറിൽ വന്നിട്ട് അതിന് മുമ്പ് ഊട്ടുപുര അതായിരുന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിംഗായിരുന്നു. ഇപ്പൊ ഇതൊരു 3 വർഷമേ ആയി ഈ സ്ട്രക്ചർ വന്നിട്ട്. ഏത് വർഷം തൊട്ടായിരുന്നു ഈ അന്നദാനം മുൻകാലം മുതൽ 1970-കളിൽ തന്നെ ആദ്യം അന്നദാനം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വിശക്കുന്നവർക്ക് ഉള്ള ആഹാരമാണ്. ജാതി മതവും അയ്യോ എല്ലാവർക്കും ഇല്ല. പിന്നെ ധാരാളം കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇവിടെ ഉച്ചഭക്ഷണം കഴിക്കുന്ന, സ്ഥിരമായി കഴിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ അന്നദാനത്തിന് വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഈ ഉത്സവകാലത്ത് തന്നെ ഇവിടെയും അന്നദാനമുണ്ട്. അതല്ലേ, ഉത്സവകാലത്ത് 2 സ്ഥലത്തും അന്നദാനമുണ്ട്. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തർക്ക് ഒരു നേരമെങ്കിലും മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് ആണ് കൊടുക്കുന്നത്. ഒരു നേരമെങ്കിലും മര്യാദയ്ക്ക് ആഹാരം കൊടുക്കുക എന്നത് ഏകദേശം 10,000-ഓളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട്. 10,000-ഓളം ആളുകൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട് ഉത്സവകാലത്ത്. നോർമൽ ഡേയ്സിൽ ഒരു 250-നും 500-നും ഇടയിലുള്ള ആളുകളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസ് ഒക്കെയാണ് കുറച്ച് കൂടും, ആളുകളുടെ വരവ് കൂടും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആകും അങ്ങനത്തെ അങ്ങനെ ബാക്കി വരാറുമില്ല. ഏകദേശം ഈ സാധാരണ ആഴ്ച ദിവസങ്ങളുടെ പ്രത്യേകത വെച്ചാൽ പീക്ക് ഡേയ്സ് ഒക്കെ ഇവർക്ക് ഊട്ടുപുരയിലുള്ളവർക്ക് ശരിക്കറിയാം ഏതാണ് പീക്കായിട്ട് വരുന്നത്. അതിനനുസരിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കും. ഇതിനുള്ള പണസ്വരൂപം അല്ല, അത് ഭക്തജനങ്ങൾക്ക് സംഭാവനയായിട്ട് ഒരു ദിവസത്തെ അന്നദാനം നടത്തുന്ന ഇവിടെ ഇപ്പൊ 4,000 രൂപയാണ് ഒരു നേരത്തെ അന്നദാനത്തിന്. വളരെ നോമിനൽ പൈസയത് അത്. കാരണം ഇക്കരക്കുട്ടി. അപ്പം ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥാപിതമായിട്ട് എത്ര വർഷമായതാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. ക്ഷേത്രങ്ങൾ സ്ഥാപിതമായതിന്റെ വർഷം നമുക്ക് ഈ ലിഖിത രേഖകളൊന്നും ഇല്ലില്ല. ഇതിന്റെ മിത്ത് എന്ന് പറയുന്നത് പുരാണ പ്രസിദ്ധമായ രക്ഷയാഗവുമായിട്ടുള്ള കഥയാണ്. ആത്യന്തികമായി കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഉത്സവം. ഈ പ്രകൃതിയുടെ ഉത്സവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാട്, മഴ, പുഴ ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ ഉത്സവം. ലോകത്ത് ഇങ്ങനെ ഒരു ഉത്സവ സമ്പ്രദായവും ക്ഷേത്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മുടെ ഒരു സങ്കല്പം നാലമ്പലം, ശ്രീകോവില്, കുംഭഗോപുരം, കൊടിമരം ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രം. എല്ലാ ജാമതീയമായ എല്ലാ കണക്കുകൾക്കും അപ്പുറം ആണ് അവിടുത്തെ ഭഗവാൻ ഇരിക്കുന്ന മണിത്തറ എന്ന് പറയുന്നത്. സ്വയംഭൂ ഇരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചതുരമെന്ന് വിളിക്കാം. ആ ചുറ്റും ജലാശയം, നടുക്ക് മാത്രം കുറച്ച് സ്ഥലം, അതിന് ശ്രീകോവില്, തിടപ്പള്ളി, ഭഗവാന്റെ ഭണ്ണാരറ, ഈ 3 സ്ഥലങ്ങളും ചേർന്നതാണ് ഈ നമ്മുടെ നടുക്കുള്ള ഭാഗം. അവിടെയാണ് ഈ മണിത്തറ എന്ന് പറയുന്ന സ്ഥാനമുള്ളത്. ആ സ്ഥാനത്തിന് എന്താ പറയുക, ജാമതീയമായ ഒരു കണക്കുകൾക്ക്, പിന്നെ ജോമെട്രി എന്ന് പറയുന്ന സാധനമില്ല. കാരണം എല്ലാ കണക്കുകൾക്കും അതീതനാണ് മഹാദേവൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മുടെ സങ്കല്പങ്ങളിലെല്ലാം മാറി കഴിയും. കാരണം അവിടെ ഒന്നുമില്ല. ഒരു തറ, അതിന് ചുറ്റും ജലാശയം, അതിന്റെ കരയ്ക്കൊക്കെ ആയിട്ട് ഇതുമായിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള അവരെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല താൽക്കാലികമായി നിർമ്മിക്കുന്നത് മാത്രം. ക്ഷേത്രത്തിന്റെ ശ്രീകോവില് മേയുന്നത്, കാട്ടിൽ നിന്ന് കിട്ടുന്നത് ഞെട്ടിപ്പന എന്ന് പറയുന്ന ഒരു ഓലയുണ്ട്. ഞെട്ടിപ്പന കൊണ്ടുണ്ടാക്കുന്നത് കവുങ്ങിന്റെ ഇല പോലത്തെ
അത് മെടഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. അത് കാണാൻ നമുക്ക് നീറ്റിപ്പന എന്ന് പറയുന്ന ഒരു സാധനം. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ വയനാട്ടിലേക്ക് കയറുമ്പോഴെല്ലാം നമുക്ക് ഇവിടുന്ന് ധാരാളമായിട്ട് കാണാം. അതിന്റെ ഓല കൊണ്ടാണ് അതും ശ്രീകോവിലും ഭണ്ണാരയിൽ ചെടപ്പള്ളിയും പിന്നെ കൂത്തമ്പലും നെയ്യുന്നത് അത് വെച്ചിട്ടാണ്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ തെങ്ങിന്റെ ഓല ഉണ്ട്. തെങ്ങിന്റെ ഓല ഉണ്ട്. ഓടപ്പൂവിന്റെ പ്രസക്തി എന്താ? ഓടപ്പൂവിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതെങ്ങനെയായിട്ട് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇത് ഓടപ്പൂ എന്ന് പറയുന്നത് നമുക്കൊരു പുരാണമായിട്ട് വലിയ ബന്ധമുള്ള സാധനമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ എന്ന് പറയുന്നില്ല. പക്ഷെ ആളുകൾ പറഞ്ഞു വരുന്നത് വീരഭദ്രസ്വാമി യാഗവത്തിനാൻ വരുന്ന സമയത്ത് മുനിമാരുടെ താടിയെല്ലാം മുറിച്ചത് മുനിമാരെല്ലാം ദീർഘമായതാണെന്നുള്ളവരുണ്ട്. അവരുടെ താടിയെല്ലാം മുറിച്ച് കഴിച്ചു. അവരെല്ലാം ദിവ്യന്മാരായതുകൊണ്ട് ഇത് വെളുത്ത പൂക്കളായി മാറി എന്നൊക്കെ പ്രതിനിധീകരിക്കാനായിട്ടാണ് ഓടപ്പൂ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബാവേലിപ്പുഴയിലെ കല്ല് ഉരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചന്ദനം പോലെ ഇല്ലേ? അത് ആളുകൾക്ക് ഒരു മിഥ്യാധരണയാണ്. അതെ. ബാവേലിപ്പുഴയിലെ കല്ല് ഉരയ്ക്കുമ്പോൾ സാധാരണ ഏത് കല്ലും ഉരച്ചാലും ഈ കളർ കിട്ടും. ഈ ഭസ്മത്തിന്റെ കളറാണ് സാധാരണ ഈ കല്ലുരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഭസ്മം എന്ന് പറയുന്ന ഒരു വൈറ്റ് സാധനമാണ്. ആ സാധനത്തിന്റെ കളറാണ് കിട്ടുന്നത്. പിന്നെ അത് കല്ലിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. പിന്നെ ആളുകൾ കല്ലെടുക്കാൻ സമ്മതിക്കാറില്ല. ഈ പുഴയിനാര് അത് പുരാണത്തിൽ ഇതിന്റെ ഒരു ഇതിൽ നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് ആളുകളുടെ ശിവദ്രവ്യമാണിത്, കൊണ്ടുപോകാൻ പാടില്ല എന്ന ഒരു ആളുകളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അത് വളരെ നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ്. പിന്നെ കാവ് അന്യർക്ക് പ്രവേശനമില്ലാത്ത കാവാണ്. സാധാരണ കാവുകൾക്ക് ഒരു പ്രത്യേകത വ്യക്തമാണ്. എന്തുകൊണ്ട് അവിടെ അന്യർക്ക് പ്രവേശനമില്ലാത്ത സാധാരണ ഇത് ആ കാവില് ആയില്യാർ കാവ് എന്ന് പറയുന്നത്. ആയില്യാർ കാവ് മനുഷ്യപ്രവേശനം അനുവദിച്ചിട്ടുള്ള 2 ദിവസങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്കൂഴം എന്ന ചടങ്ങ്, മേടവിശാഖത്തിന് നടന്ന പ്രക്കൂഴം എന്ന ചടങ്ങ് തൊട്ടുവരുന്ന മകന്ന നക്ഷത്രത്തിൽ വരുന്ന മകനക്ഷത്രം എന്ന് പറയുന്നത് ജൂൺ 2-ാം തീയതി വരുന്ന നീരെഴുന്നള്ളത്തി എന്ന് പറയുന്ന ചടങ്ങ്. ആ 2 ചടങ്ങിന് വേണ്ടി മാത്രമേ ആ കാവിൽ പ്രവേശനമുള്ളൂ. ശരിക്കും ശിവഭൂതങ്ങൾ ഭഗവാന് കാവൽ നിൽക്കുന്നു എന്നൊരു സങ്കല്പം കൂടി. കഥയായാലും കാവുകളിലെ മനുഷ്യ പ്രവേശനം കാവുകളുടെ നാശത്തിന് കാരണമാകും എന്നതൊരു വാർത്ത. പ്രധാന അഭിഷേകം എന്ന് പറയുന്നത് ഇളനീരഭിഷേകം. ഉത്തര മലബാറിലെ തീയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കൊണ്ടുവരാൻ അവകാശമുണ്ട്. അതൊരു വിഷു മുതൽ ഇവിടെ എലത്തൂർ പുഴയ്ക്ക് ഇപ്പുറത്താണ് അവരെല്ലാം സങ്കേതങ്ങളുണ്ടാകുക. അതിനപ്പുറത്തുള്ള ആളുകൾ വന്ന അണ്ടങ്ങൾ പോലും ഇപ്പുറത്ത് വന്നിട്ടാണ് അവർ ഒട്ടുകൊടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുക. എവിടെ നിന്നാണ് ഇളനീര് പോതുകൊണ്ട് ഇളനീര് കെട്ടുക. അപ്പോൾ ഇളനീര് എന്ന് പറയുന്നത് ഒരു ഇളനീരിന് മറ്റേ തെങ്ങിന്റെ മടലിൽ 3 ഒരു ഭാഗത്തും 3 മറുഭാഗത്തുമായിട്ട് കെട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇളനീർ കാവ് എന്നാണ് പറയുന്നത്. അതിങ്ങനെ കമ്മലിൽ വെച്ചിട്ട് അത് വരുന്ന സപ്തമി നാളിലാണ് ഇവിടെ എത്തിക്കുക. അങ്ങനെ നടന്നത്. ആ കൊണ്ടുവരുന്ന ഈ വിഭാഗത്തിൽപ്പെടുകയാണ്. ഒരു ഒറ്റ ദിവസം മാത്രമേ ഇവിടെ ഇളനീരഭിഷേകം ഉള്ളൂ. ഈ വരുന്നത് ഇളനീര് കൊണ്ടുവരുന്നതിന്റെ പിറ്റേ ദിവസം ഇളനീരാട്ടം എന്ന് പറയുന്നത്. ഇളനീരാട്ടം എന്ന് പറയുന്നത് ഈ മലബാറിലെ ഈ കൊളോക്കിയൽ ആണ്, പ്രാദേശിക ഭാഷയാണ് ഈ ആട്ടം. അഭിഷേകത്തിന് പകരം ആട്ടം എന്ന് പറയുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇളനീരഭിഷേകം നടക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെ വളരെ 10,000-കണക്കിന് ഇളനീരുകൾ കൊണ്ടുവന്ന് അത് ഭഗവാന്റെ തിരുമുമ്പിലെ സമർപ്പിക്കുക. കിഴക്ക് ഭാഗത്തെ സമർപ്പിക്കുക. അവർ കിഴക്ക് ഭാഗത്താണ് സമർപ്പിക്കുക. അവിടെ തട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. 4 ഒരു ഇല വെച്ചിട്ട് 4 പ്രാവശ്യം ഈ വാഴപ്പുള വെച്ച് കഴിഞ്ഞാൽ കരിവും വെക്കുമ്പോഴത്തേനും അവിടെ കൊണ്ട് സമർപ്പിക്കലായി. അപ്പോൾ അത് വലിയൊരു മഹത്തരമായ ചടങ്ങായിട്ട് ആളുകൾ കാണുന്നത്. കാരണം അന്നാണ് അധികം ആൾക്കാർ കൂടുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഇത് കാണാൻ വേണ്ടി തന്നെ ധാരാളം ആളുകൾ ഉണ്ടാവും. എത്ര കാലമുണ്ട് ഈ ഉത്സവം? എത്ര മാസം? 27 ദിവസമാണ്. 27 ദിവസം. ഇടവത്തിലെ ചോദിക്ക് തുടങ്ങി മിഥുനത്തിലെ ചിത്രയ്ക്കാണ് ഇത് അവസാനിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം 27 നാളുകൾക്കിടയിലാണ്. അതെ അതെ, തീർച്ചയായും. നമുക്ക് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും കാണാൻ പറ്റും. അന്നേരം ഇക്കരെ കൊട്ടിയൂർ പൂജ ഉണ്ടാവില്ല. ഉത്സവം രണ്ടും കൂടെ ചേർന്നാലേ ഒരു ആണ്ടെത്തുള്ളൂ. ഒരു ചക്രം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ഈ ഉത്സവം
കൂടെ ചേരണം. ആ, ആ. കാരണം 11 മാസക്കാലം ഇവിടെ പൂജ, നിത്യപൂജ, ഒരു മാസം. 1 മാസം അവിടെ. പക്ഷെ അന്നേരം ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഉള്ളിലൊരു പോർക്കലി ദേവിയുടെ സങ്കല്പസ്ഥാനം ഉള്ളതുകൊണ്ട് വരുന്നവരെല്ലാവരും ഏറ്റവും നടയിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാനില്ല, എല്ലാം അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ. കൊട്ടിയൂരിൽ വരുന്ന ആർക്കും ഒന്നും കാണാനൊന്നുമില്ല. ഇവിടെ എല്ലാ അനുഭവങ്ങൾ മാത്രമേ. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളെല്ലാം വെറുതെ ആഘോഷപൂർവ്വമായി നടക്കുന്നല്ലേ, കഥകളി ഉണ്ടാകുന്ന അങ്ങനെയുള്ള വലിയ വലിയ പരിപാടികൾ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനത്തെ കലാരൂപങ്ങളൊന്നും ഒന്നുമില്ല. ആകെ നിങ്ങൾക്ക് കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്ന് ഇവിടെയുണ്ട്. അതായത് അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ചാക്യാർകൂത്ത്. അത് സാധാരണഗതിയിൽ മത്തവിലാസം കൂത്തും അങ്കുലിയാങ്കം കൂത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അത് അവിടെ ഇത് കൂത്ത് വഴിപാടും കൂടിയാണ്. മത്തവിലാസം കൂത്ത് ഇവിടെ സന്താനലബ്ധിക്കുള്ള ഒരു വഴിപാടും കൂടി. ആളുകൾ സന്താനലബ്ധിക്കായി പിന്നെ ഒരു വഴിപാടായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ആധുനിക കാലത്തില് നമ്മുടെ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും വലിയ പ്രസക്തിയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ആഡംബരത്തില് ഉത്സവങ്ങൾ കൊണ്ടാടുമ്പോൾ പ്രകൃതിയിൽ ലയിച്ചിട്ട് പ്രകൃതിയോട് ഒത്തുചേർന്നിട്ടുള്ള ഒരു ഉത്സവം. മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധം വേർപെട്ടിട്ട് കാലം തന്നെ. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നിട്ട് കാലം തന്നെ. അവിടുത്തെ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിന് ഈ ഉത്സവം കാരണമാണ്. കേരളത്തിലെ ആധ്യാത്മിക, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആധ്യാത്മിക നഭവമണ്ഡലത്തിൽ ഇത്രയും പ്രസക്തിയുള്ള ഒരു പ്രകൃതി ആരാധനയുടെ തലം വേർന്നു. ഒട്ടൂരയിലെ കാഴ്ചകൾ അങ്ങോട്ട് പോയാലോ? ഒട്ടൂര ഇവിടെ അടിയിൽ തീ വെള്ളമുണ്ട്. വെള്ളം തിളച്ച് നീരാവിയായിട്ട് ആ പൈപ്പിലൂടെ